ഇതിൽ റെഡ് ലൈറ്റ്. അപ്പോൾ എന്താണ്, ഇത് ഫുള്ള് വർക്കിംഗ് ആണ്. ഇതിനെ ഫുള്ള് റിമൂവ് ചെയ്തിട്ട് രണ്ടാമത് കണക്ഷൻ കൊടുക്കണം. ഓക്കെ, ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബാക്കിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. CC ക്യാമറ, അപ്പോൾ അതിൻ്റെ വർക്കാണ്. അപ്പോൾ എന്താണെന്നുള്ളത് ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ സെക്യൂരിറ്റി റൂമിലാണ് കേട്ടോ. ഇവിടുത്തെ വാച്ച്മാൻ, ഈ ബിൽഡിങ്ങിൻ്റെ വാച്ച്മാൻ സെക്യൂരിറ്റി താമസിക്കുന്ന ആളെ ബിൽഡിംഗ് റൂമിലാണ്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇത് ഒരു മോണിറ്റർ, മൂന്ന് മോണിറ്റർ ഉണ്ട്. അപ്പോൾ ഇതിൽ കണ്ടോ, 1 2 3 4 5 ക്യാമറ ഇതിൽ വർക്ക് ചെയ്യണില്ല. ഇതിൽ ഏകദേശം 4 ക്യാമറ വർക്ക് ചെയ്യണില്ല. ഇതിൽ ഏകദേശം 2 4 6 ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് കംപ്ലൈൻറ്റ്. ആൾറെഡി ഞാൻ ചെക്ക് ചെയ്ത് പോയതാണ് കേട്ടോ. കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കണ്ടത് മൊത്തം സിസ്റ്റം, പിന്നെ ഈ ലാഡറിൻ്റെ മുകളിൽ കയറണം. അപ്പോൾ ഇതാ ഇവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് ഇവിടുത്തെ ഇതിൻ്റെ DVR മൊത്തം ഫുള്ള് പൊടി പിടിച്ച് കിടക്കുന്നു കേട്ടോ. അതവിടെ കിടന്നോട്ടെ, നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, ഇതൊക്കെ ഉണ്ട്, ആകെ അലമ്പായി കിടക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു പവർ സപ്ലൈ, ഇതാണ് ഇവിടുത്തെ മറ്റൊരു പവർ സപ്ലൈ, ഇതാണ് ഇവിടുത്തെ അടുത്ത പവർ സപ്ലൈ. അപ്പോൾ ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ 3 പവർ സപ്ലൈ ഉണ്ട് ഇവിടെ. ഈ 3 പവർ സപ്ലൈയിൽ ഈ പവർ സപ്ലൈ കംപ്ലൈൻ്റ് ആണ്. അത് ചേഞ്ച് ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. കാരണം ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൽ ഫുള്ള് ഗ്രീൻ ലൈൻ, ഇതിൽ റെഡ് ലൈറ്റ്. അപ്പോൾ എന്താണ്, ഇത് ഫുള്ള് വർക്കിംഗ് ആണ്. ഇതിൽ ഗ്രീൻ ലൈറ്റ്, ഇത് ഫുള്ള് വർക്കിംഗ് ആണ്. ഇതിൽ ഒരു ലൈറ്റും ഇല്ല, അപ്പോൾ നോട്ട് വർക്കിംഗ്. അപ്പോൾ ആദ്യം ഈ വയർ ഫുള്ള് റിമൂവ് ചെയ്തിട്ട് രണ്ടാമത് കണക്ഷൻ കൊടുക്കണം. ഓക്കെ, കണ്ടോ, ഫുള്ള് വയർ ഇവിടെ അലമ്പായി കിടക്കണം കേട്ടോ. ഫുള്ള് ടെർമിനേഷൻ ചെയ്യണമെങ്കിൽ, അതായത് പഴയത് ഞാനിവിടെ റിമൂവ് ചെയ്ത് താഴെ വെച്ചിക്കണം. മൊത്തം വയർ ഡിസ്കണക്ട് ചെയ്തു, എല്ലാ വയറും ഇവിടുന്ന് ഒഴിവാക്കി. ഇനി പുതിയത് ഇവിടെ ഫിക്സ് ചെയ്യണം. ഓക്കെ, പുതിയ ഇവിടെ ഫിക്സ് ചെയ്തിട്ട് ഇത് കണക്ഷൻ കൊടുക്കണം. പിന്നെ ഇത് കണ്ടോ, ഇതൊന്നൊരു കേബിൾ ടൈ ഒന്നും അടിച്ച് വൃത്തിയാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ അതിമൊന്നും നമ്മളൊന്നും ചെയ്യണ്ട, ഒക്കെ അവിടെ നിന്നോട്ടെ, ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ തൽക്കാലം ഇത് ഫിക്സ് ചെയ്യുക, നമ്മുടെ സംഭവം കണക്ഷൻ കൊടുക്കുക, ഇവിടുന്ന് എസ്കേപ്പ് ആവുക. അടുത്ത ബിൽഡിങ്ങിൽ അടുത്ത വർക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ വർക്ക് ഫിനിഷ് ആയിട്ടോ. അപ്പോൾ ഈ കാണുന്ന ഒരു പവർ സപ്ലൈ പുതിയത് ഇപ്പോൾ ഫിക്സ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഡ്രില്ലടിച്ചിട്ട് ഹോളൊക്കെ അടിച്ചിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതൊന്നും എടുക്കാൻ പറ്റിയില്ല വീഡിയോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഓണാക്കണം, അടുത്ത പരിപാടി അതാണ്. അപ്പോൾ കണ്ടില്ലേ, ഓരോ ക്യാമറക്കും ഓരോ കേബിൾ, അതായത് റെഡ് ബ്ലാക്ക് ഒരു ക്യാമറ, നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് അങ്ങനെ മൊത്തം കണക്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഓരോന്ന്, അതായത് ഇപ്പോൾ ഇതിൽ ഏകദേശം 18 ക്യാമറ കണക്ട് ചെയ്യാം. അതിൽ 18 എണ്ണമൊന്നുമില്ല. പിന്നെ ഈ കാണുന്ന ഭാഗം കണ്ടില്ലേ, ഇവിടെയാണ് ഇതിൻ്റെ പവർ കൊടുത്തിരിക്കുന്നത്. അതായത് ന്യൂട്രൽ ഫേസ് മാത്രമുള്ള, എർത്തില്ല. എർത്തിന് ആൾറെഡി വയർ വന്നില്ല, അപ്പോൾ അത് ന്യൂട്രൽ ഫേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാത്രമേ ഞാൻ കൊടുക്കണുള്ളൂ. അപ്പോൾ ഇത് ഓണാക്കിയിട്ടുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഓണാക്കി കഴിയുമ്പോൾ ഓരോ ക്യാമറക്കും ഓരോ LED ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നെഗറ്റീവോ പോസിറ്റീവോ ഷോർട്ടായി കഴിഞ്ഞാൽ, 2 വയർ തമ്മിൽ ഷോർട്ടായി കഴിഞ്ഞാൽ ആ ലൈറ്റ് കത്തൂല. അപ്പോൾ നമുക്കത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ മനസ്സിലാവും ആ ലൈറ്റ് കത്താത്തത്. തൊട്ടടുത്ത് അതിൻ്റെ ഫ്യൂസ് ഉണ്ട്, ഫ്യൂസ് ചേഞ്ച് ചെയ്താൽ വർക്ക് ഫിനിഷ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷായി. ഞാൻ ഇപ്പോൾ ഏറ്റവും മുകളിൽ കണ്ടില്ല, ലാസ്റ്റിൽ ആ ഒരു ഇതാണ് ഞാൻ ചേഞ്ച് ചെയ്തത് പവർ സപ്ലൈ. അപ്പോൾ പവർ സപ്ലൈ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറക്ക് പവർ കൊടുക്കാൻ വേണ്ടി. അതായത് ക്യാമറ ഇപ്പോൾ 220 വോൾട്ടിന് വർക്ക് ചെയ്യില്ല, 12 വോൾട്ടാണ് ക്യാമറക്ക് വേണ്ടത്. 12 വോൾട്ട് ആൻഡ് 2 ആംപിയർ. അപ്പോൾ അതിന് 220 വോൾട്ടെന്ന് കൺവേർട്ട് ചെയ്തിട്ട് DC സപ്ലൈക്ക് കൊടുക്കാനില്ല ഇതാണ് ഈ പവർ സപ്ലൈ. അപ്പോൾ 18 എണ്ണം ഇവ കണക്ട് ചെയ്യാം, 18 ക്യാമറ. അപ്പോൾ അതിൽ ഏകദേശം നമ്മളൊരു 14 ക്യാമറ കണക്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഈ പവർ സപ്ലൈയിലൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇതാ ഈ മോണിറ്ററിൽ ഇപ്പോൾ മൊത്തം ക്യാമറ ഓണായി, അത്യാവശ്യം നല്ല ക്ലിയറും ഉണ്ട്. പിന്നെ ഇതിൽ ഇപ്പോൾ കണ്ടോ, രണ്ടാമത്തെ മോണിറ്ററിൽ ഒരു ക്യാമറ വർക്ക് ചെയ്യണില്ല. ബിൽഡിങ്ങിൻ്റെ റിസപ്ഷൻ ഏരിയൻ്റെ ഒരു ക്യാമറ വർക്ക് ചെയ്യണില്ല. അത് അവിടെ പോയി ചെക്ക് ചെയ്യണം, ഈ ക്യാമറ പോയതാണോ, BNC കണക്ടറിൻ്റെ ഇഷ്യൂ ആണോ എന്നറിയില്ല. പിന്നെ ഇതിലൊക്കെ വർക്കിംഗ് ആയി. പിന്നെ ഇതിലൊന്നുമില്ല കേട്ടോ, പോർട്ട് ഫ്രീ ആണ്. അപ്പോൾ എല്ലാതും ഇവിടെ ഫിനിഷായി. പവർ സപ്ലൈ അവിടെ ഫിക്സ് ചെയ്ത് അവിടെ ഉണ്ട്, എല്ലാ വർക്കും ഇവിടെ ഫിനിഷായിട്ടോ. അപ്പോൾ ആ ഒരു ക്യാമറ വർക്ക് ചെയ്യാത്ത ജസ്റ്റ് പോയി നോക്കട്ടെ. ഞാൻ വീഡിയോ എടുക്കണമെന്നില്ല, ടൈമില്ല, കാരണം 5 മണി കേട്ടോ. 6 മണി വരെയാണ് നമ്മളെ ഡ്യൂട്ടി. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുവരേക്കും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. പിന്നെ അതിന് മുമ്പ് പിന്നെ എന്താ പറയുക, എനിക്ക് 2 ബിൽഡിങ്ങിൽ പോയി 2 റിമോട്ട് പാർക്കിംഗ് ബാരിയറിൻ്റെ റിമോട്ട് സെറ്റ് ചെയ്യാനുണ്ട്. അതിനൊന്നും ടൈമില്ല, അപ്പോൾ തന്നെ സമയം ഏകദേശം 5 മണിയാണ്. അപ്പോൾ എന്തായാലും ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.